പാവം കൊച്ച. ഇനി മാമനെ കുറിച്ച് പറയട്ടെ. മാമൻ എന്ന് പറഞ്ഞ ഈ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുണ്ടയാണ്. ഏതെങ്കിലും രണ്ടുപേരും ഇങ്ങോട്ട് വന്ന മാമന് കൊച്ചാണ് പേടിക്കും. ഇല്ല മാമ പറയട്ടെ. കൊച്ചാണ് പേടിച്ച് സൂസു വെക്കും. ഇല്ല ഞാൻ പറയട്ടെ മാമ, എന്നെ തടയരുത്. ഏതെങ്കിലും 2-3 പേര് വന്നു കഴിഞ്ഞാൽ മാമൻ മുന്നും പിന്നെ നോക്കല അപ്പൊ തന്നെ അരേ പൊടി കൊച്ചാണ് പേടിച്ച് സൂസു വെക്കും. മാമ തടയല്ലേ, ഞാൻ പറയട്ടെ. അങ്ങനെ ആരെങ്കിലും വന്നാ മാമ നെഞ്ചും വിരിച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കും. എന്നിട്ട് ഉടനെ തന്നെ അരയിലങ്ങ് കൈവെക്കും. എന്നിട്ട് കോലുമുട്ടായി എടുത്ത് ചപ്പോട് ചപ്പ്. പുള്ളിക്കാണെങ്കിൽ 2-3 പേര് കൂടുമ്പോ ഷുഗർ താരും. അപ്പൊ തല ഇറങ്ങി വീഴും. അത് ഷുഗർ കേറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ മുട്ടായിരുന്നത്. കണ്ട, സത്യം പറഞ്ഞ ഈ മാമ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കുമ്പോ ആൾക്കാർ കൂടുവോ? ഷുഗർ താഴും, താഴെ വീഴും. അതുകൊണ്ട് പെണ്ണ് പോലും കെട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ യവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാൻ? അല്ല എന്റെ മാമന് നല്ലൊരു പെണ്ണ് കിട്ടും ഭാവിയിൽ എപ്പോഴെങ്കിലും. കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യണം. മക്കള് പേടിക്കണ്ട. ഒരു ഇരുമ്പ് കോട്ടയിലാണ് മോള് കയറി വന്നതെന്ന് വിചാരിക്കുക. ഈ ഇരുമ്പ് കോട്ടയുടെ വാതിൽ തകർത്ത് ഒരുത്തൻ ഇവിടെ വന്നെടുത്തോണ്ട് പോകില്ല. മാത്രല്ല പിള്ളേര് വെട്ടും. എന്തു പറഞ്ഞേ? ഇരുമ്പ് കോട്ടയിൽ നിന്ന് ആ വാതിലിന്റെ ഓരോ ഇരിക്കുന്ന ഓലയില്ലേ, അത് എന്നെടുത്ത് മാറ്റും. അല്ല, പഞ്ചായത്തിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇരുമ്പ് കോട്ട എന്നൊന്നും പറയരുത് മാമ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ഓട് ഇങ്ങനെ വെച്ചേക്കുന്നേ? ഇതാ മാമനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മാമ പറഞ്ഞോട്. ഇത് വെറുതെ ഒരു രസത്തിന് എല്ലാ ദിവസവും രാവിലെ ഒരു 10-250 ഓട് വാങ്ങിക്കും. വെറുതെ എടുക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് തലയിൽ ഇങ്ങനെ അടിച്ചു പൊട്ടിക്കും. എവിടെ ചില സമയത്ത് ഞാൻ അറിയോലുമില്ല. രാവിലെ വാങ്ങിച്ചാണ് 250 ഓട്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കൊച്ചിന്റെ അടുത്ത് പറയരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഓട് പൊട്ടിക്കുന്നല്ലോ, മരുന്നില്ലേ? എന്തിന്? വേദന എടുത്താലേ നമുക്ക് മരുന്ന് കഴിക്കേണ്ട കാര്യമുള്ളൂ. അതല്ലെന്ന്, നിങ്ങളുടെ ഈ സൂക്കേടിന് മരുന്നൊന്നും ഇല്ലേന്ന്? ഈ എറണാകുളത്തെ പരിപാടിക്കൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പൊട്ടുപോടും ചേട്ടാ. വേദനയൊന്നും എടുക്കൂലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞത്? നിങ്ങളെ അടിക്കാം. ഗ്യാസ് കിട്ടായില്ല. നമ്മളൊക്കെ വിറവെടുപ്പിലാണ് കത്തിക്കുന്നത്. ഗ്യാസിന്റെ ക്ഷാമം കഴിഞ്ഞ പറഞ്ഞാൽ കിട്ടുമെന്നാണ് കമ്പനി പറഞ്ഞത്. ഗ്യാസ് കൊണ്ടുവന്ന് ആരെങ്കിലും ആണോ ഇപ്പൊ കഥവിൽ വന്ന് തട്ടിയത്? കഥവിൽ ഇങ്ങനെ പൊട്ടിയ പോലെ തോന്നിയാ? ഇത് ഗ്യാസ് കൊണ്ടുവന്ന പെണ്ണാണ്. നിങ്ങൾ വണ്ടിക്കാരനാ? അയ്യോ അതൊന്നും അല്ല, ഞാൻ നിനക്ക് തരാം. മാമ ഇങ്ങോട്ട് നോക്കിയേ. എന്തോ എന്തെങ്കിലും പോയാ? നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മൾ എവിടെയും പറഞ്ഞു നിർത്തി. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന പെണ്ണ്. ഞാൻ പറയട്ടെ. അതായത് ഇവരുടെ വീട്ടിൽ ഭയങ്കര വിഷയങ്ങളും കാര്യങ്ങളും. ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാത്തിനും അറിയാമോ? കൊച്ചിന്റെ ഏരിയയും ലൊക്കേഷനും ഒന്ന് തന്നു കഴിഞ്ഞാ നമ്മളെ പയ്യന്മാരെ അങ്ങോട്ട് ആദ്യം കൊണ്ട് ഇറക്കും. JCB വെച്ച് ഇടിച്ചു തരുന്ന അമ്മ സത്യായിട്ട് കോഴിക്കോട് പോലും മിച്ചം വെക്കും. സൂപ്പർ ഹീറോ മാമൻ. അത്ര തന്നെ ഇടിച്ച് നിരത്തിക്കളയും.